നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്രീകുട്ടിയുടെ അച്ഛൻ അരുണാണോ എന്നാ ചോദ്യം. അല്ല. എന്റെ ശ്രീകുട്ടിയുടെ അച്ഛൻ ഞാൻ ഈ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ തന്നെ എന്നെ ഉപേക്ഷിച്ചു പോയതാ. ഇപ്പോ എവിടാണെന്നൊന്നും എനിക്കറിയില്ല. അയ്യോ കോടതി, എന്റെ ജഡ്ജി മേഡം ഇതൊന്നും വിശ്വസിക്കരുത്. ഇത് പച്ചക്കള്ളോ. ഇത് അരുണിന്റെ മോളാ ശ്രീകുട്ടി. ഇതെന്ത് മറിമായോ ഞാൻ സമ്മതിക്കില്ല. ഇത് കോടതിയാണ്. ഇത് കള്ളോ വക്കീലെ, പച്ചക്കള്ളം. ദേ ആ ശ്യാമയുടെ ബുദ്ധി ഇതെല്ലാം. ഐശ്വര്യ മിണ്ടാതിരിക്കുന്നത് കോടതിയാണ്. മോളെ, ഈ നിൽക്കുന്നയാള് മോളുടെ അച്ഛനാണോ? പറയൂ. അല്ല, ഇത് അരുണങ്കിളാ. ഞാൻ അങ്കിളിനാ വിളിക്കുന്നത്. മുൻപ് എതിർഭാഗം വക്കീൽ പറഞ്ഞതെല്ലാം സത്യവിരുദ്ധമാണെന്നും എന്റെ കക്ഷി അരുണിനെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ കെട്ടിച്ചമച്ച കഥയാണെന്നും ഇതിനാൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. എതിർകക്ഷി ഐശ്വര്യ കള്ളക്കഥകൾ പിണയാൻ നിപുണയും അരുണിന്റെ ജീവിതത്തിൽ അരുണിനെ മാനസികമായി പീഡിപ്പിക്കുകയും ഒരു വിധത്തിലും അവർ തമ്മിലുള്ള ദാമ്പത്യബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത്. ശ്യാമ സ്വത്ത് എഴുതി കൊടുത്തതിന്റെയും ഒപ്പം വിവാഹമോചനത്തിന് ഐശ്വര്യ ആവശ്യപ്പെട്ട തുക 75 ലക്ഷം രൂപയും ശ്യാമ സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഐശ്വര്യയ്ക്ക് നൽകിയതിന്റെ രേഖയും ഇവിടെ കോടതിയിൽ ഹാജരാക്കിയാണ്. ആയതിനാൽ എന്റെ കക്ഷിക്ക് ഈ ദുരിതം നിറഞ്ഞ ദാമ്പത്യ ബന്ധത്തിൽ നിന്നും മോചനം കോടതി അനുവദിച്ചു തരണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അപ്പോ വിവാഹമോചനത്തിന് ഐശ്വര്യക്ക് പൂർണ്ണ സമ്മതമാണോ? ഐശ്വര്യ, എന്തായി കാണിക്കുന്നേ? എന്താ ഏതാന്ന് ശ്യാമയോട് എന്നെ വിളിച്ചു ചോദിക്ക്, അപ്പൊ മനസ്സിലാകും. ഐശ്വര്യ, എന്റെ സ്വഭാവം മാറ്റരുത്. ആദ്യേട്ടാ, ഏട്ടനോട് എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ സോറി,
ഈ ഓഫീസ്, ഫാക്ടറി എല്ലാം ഇനി ഞങ്ങളുടേതാ. ഞാൻ MD, എന്റെ ഈ മമ്മി വൈസ് ചെയർപേഴ്സൺ. അതാണ് തീരുമാനം. ശ്യാമ ഇനി വരട്ടെ. എന്നെ അപമാനിച്ച് ഇവിടുന്ന് പുറത്താക്കിയവളാ ശ്യാമ. എന്റെ അധികാരം എന്താണെന്ന് ശ്യാമ ഇനി ശരിക്കും അറിയും. മമ്മി വാ, നമുക്ക് MD ക്യാബിനകത്തിരിക്കാം. ഇനി താമസിച്ചിട്ട് കാര്യമില്ല. എന്താ കാര്യം എന്ന് ശ്യാമയോട് ചോദിക്കാം. ശ്യാമേ, അങ്ങനെ പെട്ടെന്ന് സ്റ്റാഫിനെ പിരിച്ചുവിടുന്ന എന്തിനാ? ശ്യാമ മാഡം വരട്ടെ, അറിയണമല്ലോ. ശ്യാമ മാഡത്തിന്റെ ആൾക്കാരാണെന്ന് നമ്മുടെ പേരിൽ കുറ്റം. എന്തായാലും ശ്യാമ മാഡം നമ്മളെ കൈവിടില്ല, എനിക്ക് വിശ്വാസമാണ്. എന്താ ശ്യാമ ഇതൊക്കെ? നീ എന്ത് ബുദ്ധിമോശമായി കാണിച്ചത്? സ്വത്തെല്ലാം ഐശ്വര്യ പേര് എഴുതി വച്ചില്ലേ? ഇപ്പൊ കണ്ടില്ലേ അനുഭവിക്കുന്ന ഈ പാവപ്പെട്ട സ്റ്റാഫുകളാ. മാഡം ഞങ്ങളെ ഇറക്കി വിട്ട പെട്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? മാഡം ഒരു പരിഹാരം കാണണം. ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്ക. ഈ ജോലി പോയാൽ മക്കള് പട്ടിണിയാവും. ഹാ, അതെ, അതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. ശ്യാമേ, ഇതിനൊരു പരിഹാരം കാണും. ആദ്യേട്ടാ, ശ്യാമ വിചാരിച്ച ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. ശ്യാമേ, ഇതിനൊരു പരിഹാരമില്ലേ? നിന്നെ കൊണ്ടൊന്നും പറ്റില്ലേ? ആദ്യേട്ടാ, കുറച്ചൊന്ന് ക്ഷമിക്ക. നിങ്ങൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. എല്ലാം ശരിയാവും. ഞാനാ പറയുന്നത്, ഉറപ്പ്. ശ്യാമയുടെ നമുക്ക് വിശ്വാസമാണ്. എനിക്കും വിശ്വാസം. എന്റെ കണ്ണിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നേരെയാവും. ശ്യാമയാ പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.